CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഐമനെ കുറിച്ചും കൂടാതെ തന്നെ ക്വാമി പെപ്രയുടെ റീപ്ലേസ്മെന്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ കുറിച്ചുള്ള അപ്ഡേറ്റും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള തോമസിനെ കുറിച്ചാണ്. നമുക്കറിയാം മിക്കാൽ സെറെ പോയതിനു ശേഷം തോമസും TG പുരുഷോത്തമനും ഒക്കെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ടീമിനെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ഈ ഒരു സീസൺ അവസാന ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന് തന്നെയാണ്. നിലവിൽ ഏതായാലും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അദ്ദേഹം അടുത്ത സീസണിൽ ഹൈദരാബാദ് എഫ്സിയുടെ കോച്ചായി തുടരാനാണ്, അഥവാ ഹൈദരാബാദ് എഫ്സിയുടെ കോച്ചായി ചുമതല ഏൽക്കാനാണ് സാധ്യത ഉള്ളത് എന്നതാണ്. ഏതായാലും നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം. ഹൈദരാബാദ് എഫ്സി അടുത്ത സീസണിലേക്കുള്ള അവരുടെ മുഖ്യ പരിശീലകനായി തോമസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായിട്ടുള്ള തോമസിനെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വർഷം അദ്ദേഹത്തെ ഹൈദരാബാദ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ പുറത്തേക്ക് റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ പ്ലെയർ ഓഫ് ദി മന്ത് ആയിരിക്കുന്നത് അഡ്രിയാൻ ലൂണ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു താരത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൂണയുടെ ഈ ഒരു ലാസ്റ്റ് സീസണിൽ അദ്ദേഹം വളരെയധികം നിരാശയോട് കൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇപ്പോൾ വിടാനൊരുങ്ങുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗാന സ്ട്രൈക്കർ ആയിട്ടുള്ള ക്വാമി പെപ്രയെ കുറിച്ചാണ്. ഏതായാലും ഇതിനോടകം തന്നെ ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിടുമെന്നുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ ഏതായാലും നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അറിയാൻ സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ക്വാമി പെപ്രക്ക് പകരക്കാരനായി ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. ഏതായാലും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഒരു ഡച്ച് സ്ട്രൈക്കർ തന്നെയാണ്. ജർഗൻ എന്ന പേരുള്ള ഒരു താരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു താരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മികച്ച സ്കോറിങ്ങിനും കൂടാതെ തന്നെ നല്ല രീതിയിൽ അസിസ്റ്റ് മേക്കിങ്ങും കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള ചാൻസ് മേക്കിങ്ങും നല്ല രീതിയിൽ കഴിവുകളുള്ള ഒരു താരം തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളത്. ഏതായാലും ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2.4 കോടിയോളം രൂപയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയധികം വലിയൊരു തുക കൊടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഐമനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ അവസാനമായപ്പോഴേക്കും കേരള ബ്ലാസ്റ്റേഴ്സിക്ക് വേണ്ടി മികച്ച പ്രകടനം വെച്ചൊരു താരമാണ് മുഹമ്മദ് ഐമൻ എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം മുഹമ്മദ് ഐമൻ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയ ഒരു താരം കൂടിയാണ്. താരത്തിനായി 3 ISL ക്ലബ്ബുകൾ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിക്കും. പക്ഷേ ഇതുവരെയായിട്ടും ഏത് ISL ടീമുകളാണ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ഇതുവരെയായിട്ട് നമുക്ക് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. താരത്തിന് 2026 വരെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ കോൺട്രാക്ട് ഉള്ളത്. മികച്ച ടാലന്റ് ഉള്ള ഒരു താരമായതുകൊണ്ട് തന്നെ മറ്റ് ISL ടീമുകൾ ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഐമന്റെ മികച്ച ടാലന്റ് ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ തുക മുടക്കിയും സ്വന്തമാക്കാൻ ക്ലബ്ബുകൾ രംഗത്ത് വരുമെന്ന് നമുക്ക് ഉറപ്പ് തന്നെയാണ്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.